കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് തിരുവഴുത്തിലേക്ക് ഞാൻ തിരിയുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ വേണ്ടി താല്പര്യത്തോടെ ആത്മാർത്ഥതയോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായി വന്ദനം പറയുന്നു. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് വചനത്തിൻ്റെ മാർമിക രഹസ്യങ്ങൾ, അതിൽ മറഞ്ഞു കിടക്കുന്ന അത്ഭുതങ്ങൾ നമുക്ക് ഓരോ ദിവസവും അതിൻ്റെ പുറന്തോട് പൊട്ടിച്ചതിൻ്റെ ഉൾക്കാമ്പെടുത്ത് തന്ന് നമ്മെ ധന്യരും ശക്തരും ശ്രേഷ്ഠരും അഭിമാനമുള്ളവരുമാക്കി തീർക്കാൻ, ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ജീവിതം മടുക്കാതിരിപ്പാൻ പ്രോത്സാഹനങ്ങൾ തരികയും ചെയ്യാൻ വചനത്തെ ഉപയോഗിക്കുന്ന മഹാദൈവത്തിന് കോടാനുകോടി നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആലോചനയ്ക്ക് ഞാൻ തിരുവഴുത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ വചനം വായിക്കാൻ ഒരുങ്ങുന്നു. യഗസ്കേൽ പ്രവചനം 37-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യഗസ്കേൽ പ്രവചനം 47-ാം അധ്യായം, യഗസ്കേൽ പ്രവചനം 47-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതായി പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. പ്രധാനമായും ആ വാക്യത്തിനകത്തെ ചിന്തയ്ക്കാധാരമായിരിക്കുന്നത് അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നതുകൊണ്ട്. യഗസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിനകത്ത് യഗസ്കേൽ പ്രവാചകനെ സ്വർഗീയ ദർശനത്തിൻ്റെ കലവറ തുറന്നു കൊടുത്ത് ദൈവം ദർശനവും വെളിപ്പാടും പകർന്നു കൊടുക്കുകയാണ്. 47-ാം അധ്യായത്തിൽ അദ്ദേഹം കാണുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം, വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള ദാർശനികമാണ് കേട്ടോ. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം, ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴേ നിന്ന് വെള്ളം ഇങ്ങനെ പനിച്ച് പുറത്തേക്ക് വരുന്നു. അതൊരു നദിയായി മാറുന്നു. അദ്ദേഹം ആലയത്തിൻ്റെ അടുക്കിലേക്ക് ചെന്ന് ഉമ്മരപ്പടിക്കകത്തേക്ക് നോക്കുമ്പോൾ ഉമ്മരപ്പടിയുടെ കീഴേ നിന്നല്ല, യാഗപീഠത്തിൻ്റെ അടിയിൽ നിന്നാണ് വരുന്നതെന്ന് അകത്തേക്ക് ചെന്നപ്പോൾ കണ്ടു. അപ്പോൾ ഈ യാഗപീഠത്തിൻ്റെ അടിയിൽ നിന്ന് ഊറി ഒഴുകുന്നൊരു ഉറവ അതൊരു നദിയായി പുറത്തേക്ക് ഒഴുകുന്നു. ഇതൊക്കെ എത്ര വ്യാഖ്യാനിച്ചാലും മതി വരാത്തതാകട്ടോ. ദൈവാലയത്തിൻ്റെ അകത്ത് യാഗപീഠത്തിൻ്റെ കീഴേ ഉറവയൊരുക്കി, ആ ഉറവ ആലയത്തിനകത്ത് നിൽക്കാതെ ദേശത്തേക്ക് ഒഴുക്കുന്ന ദൈവമെന്ന് പറയുന്നത് തന്നെ ആരാധിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ഇരട്ടി ബലം നൽകുന്നതാണ്. യാഗപീഠം ആരാധനയ്ക്കുള്ളതല്ലേ? ആരാധന അർപ്പിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ദേശത്തെ പുഷ്ടിയാക്കുന്ന ഏത് വൃക്ഷത്തെയും ഏത് ചെടികളെയും തളിർപ്പും ഫലവും വാടാതെ നിൽപ്പാനുള്ള പ്രേരണയും നൽകുന്ന സുന്ദരമായിരിക്കുന്ന കരടില്ലാത്ത തെളിഞ്ഞ ഊറ്റുറവയെ തുറക്കാൻ ആരാധനയുടെ അടിയിൽ നിന്ന് കഴിയുമെന്നുള്ളതൊരു വ്യാഖ്യാനമായി കരുതണ്ട. സത്യമായിട്ടും ആരാധിക്കുന്നവർക്കറിയാം, ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ പുകഴ്ത്തുമ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾ, അങ്ങനെയുള്ള വ്യക്തികൾ, അങ്ങനെയുള്ള സഭകൾ ദേശത്തെ ഇലവാടിയും മുരടിച്ചും ഉണങ്ങിയും നിൽക്കുകയല്ല. ആരാധന, യാഗപീഠം സജീവമാണെങ്കിൽ അതിനടിയിൽ നിന്നൊരു ഉറവ വരുമെന്നുള്ള കാര്യം യഗസ്കേൽ കണ്ട സത്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇത് ഞാൻ 47-ൻ്റെ ആദ്യത്തെ വാക്യങ്ങളാണ് പറഞ്ഞു കേട്ടോ. ഈ സംഭവം, ആ ഉറവ ഒരു നദിയായി മാറി. ആ നദി അളക്കാൻ ഒരു ദൂതനെ ദൈവം വിട്ടു. നദി യഗസ്കേലിനോട്, ആ ദൂതൻ്റെ കൂടെ നടന്ന് അളക്കുന്ന ദൂതൻ യഗസ്കേലിനെ അളന്ന് കാണിക്കുകയാണ്. 1 മുഴം അളന്നു. അപ്പോൾ ഒരു നദിയിലേക്ക് ഇറങ്ങിയപ്പോൾ നരിയാണിയോളം എത്തി, പിന്നെ മുട്ടോളം, പിന്നെ അരയോളം. സുപ്രസിദ്ധമാണ് ആ കാര്യം. എത്രയോ കാലങ്ങൾ നമ്മൾ ആ പ്രസംഗം കേട്ടിട്ടുണ്ട്. അങ്ങനെ നദി നീന്തിയിട്ടല്ലാതെ കിടക്കാൻ കഴിയാത്തൊരു വലിയ പ്രവാഹമായി മാറി. അതിനും അപ്പുറം ആ നദിയുടെ തീരത്തെല്ലാം മനോഹരമായ വൃക്ഷങ്ങൾ നിൽക്കുന്നു. ആ വൃക്ഷങ്ങളെ നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് വളരെ വളരെ പ്രത്യേകതയുള്ളതാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അത് നന്നായി മാസം തോറും പുതിയ ഫലം കായ്ക്കുന്നു. അത് തിന്നാൻ ഭയങ്കര ടേസ്റ്റ്, ആളുകൾ കൊതിക്കുന്നു. അതിൻ്റെ ഇല പോലും എന്തിനാണ്? ചികിത്സയ്ക്ക് ഉതകുന്നു. അതിൻ്റെ കാരണമാണ് പറയുന്നത്. ആ വൃക്ഷത്തിൻ്റെ ഗുണത്തേക്കാൾ
അത് നട്ടിരിക്കുന്ന സ്ഥലത്തേക്കാൾ, ആ വൃക്ഷത്തിൻ്റെ മറ്റെന്തിനേക്കാൾ, അവിടെ ഒരു വാക്യം വായിക്കുമ്പോൾ നമ്മളതിനെ വിഭജിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കണം. ഈ വാക്യത്തിലെ പ്രാധാന്യത ഈ വൃക്ഷത്തിൻ്റെ വിത്ത് നന്നായിരുന്നതോ നട്ട മണ്ണ് നന്നായിരുന്നതോ നട്ട പുള്ളി വലിയ കേമനായതുകൊണ്ടല്ല. പിന്നെ ആ വാക്യം പറയുന്നു, ആ നദിയിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് വരുന്നതാകയാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒഴുകി വരുന്നത് കൊണ്ട്. അതാണ് എൻ്റെ റീസൺ. ഏത് കാര്യത്തിനകത്തും ഒരു റീസൺ കാണുമല്ലോ. ഈ വാക്യത്തിലെ റീസൺ ആ വൃക്ഷങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾക്കെങ്ങനെ ഇത്ര തഴപ്പും ഇത്ര പച്ചപ്പും ഇത്ര തളിർപ്പും ഇത്ര പ്രസരിപ്പും? തന്നെയല്ല, മാസം തോറും, കഴിഞ്ഞ മാസം വന്നപ്പോൾ നിങ്ങൾ കണ്ട ഫലമല്ലല്ലോ ഇന്ന്, അതിനേക്കാൾ മെച്ചപ്പെട്ട ഫലം ഈ മാസം ഉണ്ടായിരിക്കുന്നല്ലോ. നിങ്ങളുടെ ഇലയൊന്ന് കടിച്ചാൽ ആൾ മരിക്കുമെന്നല്ല. ചില ചെടികളുണ്ട്, ഈ ആടും മൃഗങ്ങളൊക്കെ, മനുഷ്യൻ പോലും ചില ഇല തിന്നാൽ കട്ടുപിടിക്കും, വയറ് വീർക്കും, പോയിസനാകും, മരിക്കും. എത്രയോ മൃഗങ്ങൾ പണ്ട് കാലത്ത് അങ്ങനെ ചില ഇല തിന്ന് മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇല ആരെയും കൊല്ലിയല്ല. ഇതിൻ്റെ ഇല പലരുടെയും രോഗം സൗഖ്യമാക്കും. അയ്യോ, ഈ വൃക്ഷം എത്ര നല്ലത്, ഈ വൃക്ഷത്തിൻ്റെ ഇലയും ഫലവും എത്ര ശ്രേഷ്ഠം. ആളുകൾ കൊതിച്ചു പോകില്ലേ? ഇതിൻ്റെ ഒരു തൈ കിട്ടിയാൽ കൊള്ളാമെന്ന് പറയില്ലേ? ഇതിൻ്റെ ഒരു ഫലം കിട്ടിയാൽ കൊള്ളാമെന്ന് പറയില്ലേ? ഇത് കാണാൻ വേണ്ടി ആൾ വരില്ലേ? ഇതിൻ്റെ ഒരു ഇലയ്ക്ക് വേണ്ടി ഡിമാൻഡ് ഉണ്ടാകില്ലേ? എന്താ കാര്യം? ഒറ്റ കാര്യമുള്ളൂ. ഏതോ ഒരു നദീതീരത്ത് നിൽക്കുന്നതല്ല കാര്യം. ഈ നദിയിലെ വെള്ളം ആലയത്തിലെ വെള്ളമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഇതുമായി ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ പാഠം എന്നാണെന്നറിയാമോ? ഇതൊക്കെ ആത്മീകവൽക്കരിക്കേണ്ടത്. ഇതൊരു പ്രവാചക ഭാഷയാണ്, ഇതൊരു കഥയല്ല. ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന സത്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് ചെടിയാണ്, ഈ ഒരു ചെടിയൊന്നും പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടില്ല. ഈ മരത്തിൻ്റെ കായ് ഇതെന്തോ മരമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ആലയത്തിലെ വെള്ളത്താൽ പോഷിപ്പിക്കപ്പെടുന്ന, ആലയത്തിലെ വെള്ളം കുടിച്ച് വളരുന്ന, വേര് ആലയത്തിലെ വെള്ളവുമായിട്ട് മുട്ടി നിൽക്കുന്ന, ആലയത്തിൻ്റെ വെള്ളം വലിച്ചെടുക്കുന്ന വൃക്ഷം അതെന്തുമാകട്ടെ, ആ വെള്ളം ഈ മരത്തെ കയറിയാൽ ഫലം മാറും, ഇല മാറും, ഡിമാൻഡ് മാറും, ആളുകൾ കാണാൻ വരും, കൊതിക്കും. ഇതുപോലത്തെ ഒരു തൈ കിട്ടിയിരുന്നെങ്കിൽ എന്നവർ വാഞ്ചിച്ചു പോകും. എൻ്റെ പ്രിയരെ, ഞാനതിനെ ആത്മീകമായി പറയാം. ഈ നദി പരിശുദ്ധാത്മാവിന് നടലാന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആത്മാവിൻ്റെ നീരുറവ അകത്ത് കയറിയാൽ നമ്മുടെ ഫലവും രുചിയും മണവും ഗുണവും എല്ലാം മാറും. എൻ്റെ പ്രിയരെ, ഞാൻ സ്നേഹത്തോടെ ആത്മബലത്തോടെ കർത്താവിൻ്റെ വചനത്തിലുള്ള ആധികാരികതയോടെ പറയാം. നീ ജനിച്ച കുടുംബമോ, നീ ചെന്നുപെട്ട ഭവനമോ, നീ ഇപ്പോൾ നിൽക്കുന്ന രാജ്യമോ, അവിടുത്തെ നിൻ്റെ ഗതികേടോ, നിൻ്റെ പേഴ്സിൻ്റെ ശൂന്യതയോ, നിന്നെ സഹായിക്കാൻ ആരുമില്ലാത്തതോ, ഇതൊന്നും ചിന്തിക്കണ്ട. ആത്മനദിയിലെ വെള്ളം കുടിക്കുക. ആ നദിയിലേക്ക് വേര് കൊണ്ടുപോയി മുട്ടിക്കുക. ആ നദീതീരത്ത് ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുക. വല്ലപ്പോഴും അതിൻ്റെ ചോട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് ഒഴിക്കുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെയുണ്ടല്ലോ. പണ്ടൊക്കെ നടുതലയ്ക്ക് വെള്ളം കോരുക എന്നൊരു പരിപാടിയുണ്ട്. പഴയ അമ്മമാർക്കറിയാം ഞാൻ ഈ പറയുന്ന ഭാഷ. നടുതലയ്ക്ക് വെള്ളം കോരുക എന്ന് പറയും. എൻ്റെ അർത്ഥം, കപ്പ നട്ടിട്ട്, വാഴ നട്ടിട്ട്, ചേന നട്ടിട്ട്, നടുതലകൾ നട്ടിട്ട് അങ്ങ് തോട്ടിൽ പോയി വെള്ളം മുക്കിക്കൊണ്ട് വന്നതിൻ്റെ ചോട്ടിലൊഴിക്കും. കാരണം എന്താ? ഇതിൻ്റെ വേര് അവിടെ വരെ എത്തിയേല. ഇതിവിടെ നട്ടിരിക്കുക. എന്നിട്ട് തോടും ആറും കുളമൊക്കെ അങ്ങ് ദൂരെയാണ്. ഇടനിലക്കാരൻ ഇടയ്ക്ക് നിന്നുകൊണ്ട് ആഴ്ച 2-3 പ്രാവശ്യം ബക്കറ്റിൽ ചുമ്മിക്കൊണ്ട് അതിൻ്റെ ചോട്ടിലൊഴിക്കും. ആ പരിപാടി വേണ്ട. ആത്മീയത്തിൽ ആ പരിപാടി വേണ്ടെന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എടാ, നീ നദീതീരത്തേക്ക് വാ, നീ ആറ്റുതീരത്തിലേക്ക് വാ, ആത്മനദിയുടെ തീരത്തേക്ക് വാ. അവിടെ നീ ഉറയ്ക്ക്, അവിടെ നീ എസ്റ്റാബ്ലിഷ് ആകുക. നിൻ്റെ അഡ്രസ്സ് മാറട്ടെ, നിൻ്റെ സ്ഥാനം മാറട്ടെ. ആഴ്ചയിൽ ഒരിക്കൽ ആരാണ്ടും ഏതോ ഉപദേശി വീട്ടിൽ വരും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും, ഗ്രഹിക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങേരി നദിയിൽ നിന്ന് കൊണ്ടിരുന്ന ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ട് തലക്കൊളിച്ചിട്ട് പോവും. ചെറുനേരം ചട കുടഞ്ഞ് നിൽക്കും. അത് പോയി കഴിയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ക്യാമം തീരുമ്പോൾ തീരും.
പിന്നെ 4 ആഴ്ച പിന്നെയും കാലുവേദന, വയറുവേദന, നീര്, അത് ഇത് അങ്ങ് പറയും. ഈ ആറ്റുതീരത്ത് നിന്നാൽ ഈ ഗതികേടില്ലല്ലോ. ആരാണ്ടും ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് തലക്കൊഴിക്കുന്നതിനേക്കാൾ നല്ലത് പരിശുദ്ധാത്മ നദിയിലേക്ക് വാ, ദൈവസഭയിലേക്ക് വാ, ആലയത്തിൽ നിന്നൊഴുകുന്ന വെള്ളം, അതിൻ്റെ തീരത്തേക്ക് വാ. നിൻ്റെ വേര് ആ വെള്ളവുമായിട്ട് മുട്ടട്ടെ, ആ നദിയുമായിട്ട് ലിങ്കാകട്ടെ. അല്ലാതെ ഒരേ പാത്രത്തിൽ കോരിക്കൊണ്ട് ഒഴിക്കുന്ന പരിപാടിക്കാൽ മെച്ചം ഫലം കഴിക്കാൻ, ഗുണം വരാൻ, ചികിത്സയ്ക്ക് പോലും ഉതകാൻ. നീ മറ്റുള്ളവർക്ക് സൗഖ്യമാകണം. ഞാൻ ഈ വൃക്ഷത്തെ നമ്മൾ ഓരോരുത്തരുമായിട്ട് കാണുക കേട്ടോ. ഞാൻ അതുകൊണ്ട് പറയുക, നിന്നെ ആളുകൾ കൊതിക്കണം. നിൻ്റെ ഫലം ഇതാ പഴയ പ്രസംഗം, പഴയ രീതി, അങ്ങനെയല്ല. ഓരോ മാസവും നമ്മളിൽ പുതിയത് കാണണം. പുതുമ നഷ്ടപ്പെടരുത്. നമ്മുടെ ഇല പോലും ആളുകൾക്ക് സൗഖ്യം കൊടുക്കണം. മറ്റൊരുത്തനെ മാനസിക രോഗിയാക്കരുത്. മറ്റൊരുത്തനെ ഭാരമുള്ള ചുമട് ചുമപ്പിച്ച് രോഗിയാക്കരുത്. സമ്മർദ്ദം കൊടുത്ത് ചങ്ക് പൊട്ടിക്കരുത്. എത്രയോ ആളുകൾ മറ്റുള്ളവരെ ചില ആളുകളൊക്കെ പറയും, എൻ്റെ കൊച്ചാ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു രോഗമില്ലായിരുന്നു, പക്ഷെ അവളെ നീ ഭ്രാന്തിയാക്കില്ലടാ. കാരണം എന്താ? ആ വീട്ടിലുള്ളവർ ആ പെണ്ണിനെ ഭ്രാന്ത് പിടിപ്പിച്ചു, രോഗിയാക്കി. ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ നേരാൻ ചൊവ്വം പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ മുട്ടി നിന്നാൽ നിനക്ക് കുറേ പേരെ സൗഖ്യമാക്കാം. നിൻ്റെ ഇല ചികിത്സയ്ക്ക് ഉതകൂന്ന്. മാനസിക രോഗങ്ങൾ, ശാരീരിക വ്യതകൾ എല്ലാം മാറട്ടെ. ഞാനുള്ളിടത്ത് സൗഖ്യമുണ്ടാകട്ടെ. ഞാൻ ചെന്നിടത്ത് രോഗമെന്നല്ല, ഞാൻ ചെന്നിടത്ത് ഭീതിയെന്നല്ല. ചിലരെ പേടിപ്പിച്ച് ഞരമ്പ് പൊട്ടിച്ച് കളയും, പാരലൈസാക്കി കളയും. ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ചത്തുപോയത് ചിലരെ നിമിത്തമാണെന്ന് പറയുന്നു. ചിന്തിക്കാനുള്ളതേ ഉള്ളൂ ഇതെല്ലാം. അരുത്. ആത്മനദിയിലെ വെള്ളം കുടിക്കുന്നവൻ ആരെയും രോഗിയാക്കില്ല. അവൻ പലരെയും സൗഖ്യമാക്കും. ഫലം കായ്ക്കാം, വാടാതെ നിൽക്കാം, മനോഹരമാകാം, തലയെടുപ്പോടെ നിൽക്കാം, വളരാം. നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരമാകാം. എങ്ങനെ? മന്ദിരത്തിലെ അഥവാ ആലയത്തിലെ അഥവാ പരിശുദ്ധാത്മനദിയിലെ വെള്ളം കുടിച്ചാൽ നമുക്കങ്ങനെ ചെയ്യാം. ആത്മീകം അന്വേഷിക്ക്, കണ്ടെത്ത്, അങ്ങനൊരു ജീവിതം നയിക്ക്, സൗഖ്യമാക്, മറ്റുള്ളവർക്ക് സൗഖ്യമാകാനുള്ള വഴിയൊരുക്ക്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആത്മീക ദൂതനായി സ്തോത്രം. കർത്താവിൻ്റെ ആലോചനയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ കൃപകളെ കൊണ്ട് നിറച്ച് മാനിച്ച് അനുഗ്രഹിച്ചാട്ടനാഥ. ഈ വാക്കുകൾ എഹെസ്കേൽ പ്രവചനത്തിലെ ഈ നദി എത്ര കാലമായി ഞങ്ങൾ കാണുന്നു. ഇന്ന് കുറച്ചുകൂടെ സുന്ദരമായി ആ നദിയും ആ നദീതീരത്ത് നിൽക്കുന്ന ഞങ്ങളെപ്പോലത്തെ ഓരോ വിശ്വാസിയും എത്രത്തോളം സമൂഹത്തിനും ഞങ്ങൾക്കും ഗുണം വരുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിപ്പാനിടയായല്ലോ അപ്പ. എല്ലാവരും ഈ വൃക്ഷം പോലെ ആകട്ടെ. അടിയൻ പറയുന്ന ഈ വചനം കേൾക്കുന്ന സകലരും ഇതുപോലാകട്ടെ. തഴച്ചു നിൽക്കട്ടെ, ഫലം കായ്ക്കട്ടെ, മറ്റുള്ളവർക്ക് സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും കൊടുക്കുന്നവരാകട്ടെ. അങ്ങനെ സംഭവിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.